ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ കഥയാണ്. നമ്മളിൽ പലർക്കും കണക്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ റിലേറ്റബിൾ ആവുന്ന ഒരു കഥ. അരുണും ദിവ്യയും തമ്മിൽ പ്രണയത്തിലാവുന്നത് അവരുടെ കോളേജ് കാലഘട്ടത്തിലാണ്. ആദ്യം സുഹൃത്തുക്കളായിരുന്നവർ തമ്മിൽ ഒരു പ്രണയം ഉണ്ടാവുകയാണ്. ദെൻ ആ പ്രണയം ഒരു 6 വർഷക്കാലം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. അതിനിടയ്ക്കെല്ലാം ടോക്സിസിറ്റി ഒരു വില്ലനായി വരുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ആ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് മേലെ ഒരു നിയന്ത്രണമുണ്ടെങ്കിൽ, നിങ്ങൾ ആരോട് സംസാരിക്കണം, എന്ത് ധരിക്കണം, എവിടേക്ക് പോകണം, ആരോടൊപ്പം പോകണം, എപ്പോൾ തിരിച്ചു വരണം എന്നിങ്ങനെ തുടങ്ങി നമ്മുടെ പാർട്ട്ണർ എന്ന് അസ്യൂം ചെയ്യപ്പെടുന്നയാൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്: സെൽഫ് റെസ്പെക്റ്റ്. ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എപ്പോഴും ഭയവും ആൻസൈറ്റിയുമാണ് തരുന്നതെങ്കിൽ, നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്നുവെങ്കിൽ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ്. ദെൻ ആ ബന്ധത്തിൽ നിങ്ങൾ തനിച്ചാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ്. ചില ബന്ധങ്ങൾ അവസാനിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആൻഡ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് സ്നേഹവും സമാധാനവും ബഹുമാനവും ഒക്കെയാണ്. ഓർമ്മിക്കുക, ഇത്തരത്തിലൊരു ടോക്സിക് റിലേഷനിൽ നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് അതൊരു ധൈര്യമാണ്. ജെയിംസ് ബാൽവിൻ പറഞ്ഞതുപോലെ, സ്നേഹം എന്നത് വെറും റോസാപുഷ്പങ്ങളോ മനോഹരമായ നിമിഷങ്ങളോ മാത്രമല്ല. ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ സർവൈവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, പ്രണയം നിങ്ങളെ വളർത്തും, ഇല്ലെങ്കിൽ തളർത്തും. And a bye is always mean a bye.